സ്നേഹക്കൂട്ടിൽ നമ്മുടെ ഇന്ദ്രനും പല്ലവിയുമായിട്ടുള്ള ഒരു കേസ് കുടുംബ കോടതിയായിട്ടോ കാണിക്കുന്നത്. ഈ ആഴ്ചത്തെ ആ ഒരു വീക്ക്ലി പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കോടതിയിലിട്ട് നമ്മുടെ ഇന്ദ്രന്റെ വക്കീൽ നമ്മുടെ പല്ലവിയുടെ ചക്രശ്വാസം അൽപ്പിക്കുന്നുണ്ട്, മിണ്ടാട്ടം മുട്ടിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഇന്ദ്രന് അനുകൂലമാകുന്ന രീതിയിലാട്ടോ വിധികളൊക്കെ വരാൻ പോകുന്നത്. ആ ഒരു നിമിഷം നമ്മുടെ പൂർണിമാമയും സേതുവും ഒക്കെ കരച്ചിലിൻ്റെ ഒരു വക്കിൽ നിൽക്കുക. പല്ലവിയുടെ ജീവിതം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് തിരികെ പല്ലവി വരാൻ പോകുന്ന ഒരു വിധി പറച്ചിലായി നമ്മുടെ കോടതിയിൽ. ആ ഒരു നിമിഷം നമ്മുടെ പല്ലവി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി, എൻ്റെ ജീവിതം ഇതോടുകൂടി നശിപ്പിക്കരുത്, എനിക്കൊരിക്കലും ഇയാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ആ ഒരു ജഡ്ജിയുടെ അടുത്ത് കരയുന്ന, കൈകൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയായിട്ട് നമുക്ക് അവസാന നിമിഷം ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്താകും നമ്മുടെ കോടതി വിധി? നമ്മുടെ പല്ലവിക്കോ ഇന്ദ്രനോ അനുകൂലമാകുന്നത് കണ്ടു തന്നെ അറിയാട്ടോ. നമ്മുടെ പല്ലവി വീണ്ടും ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് പോകാനാണ് കോടതി പറയുന്നതെങ്കിൽ വളരെ കഷ്ടം തന്നെ ആയിരിക്കും നമ്മുടെ പല്ലവിയുടെ ആ ഒരു ജീവിതം, അല്ലേ? നമ്മുടെ സേതുവും ഭയങ്കര സങ്കടത്തിലാവും. എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.